ഹലോ ഗായ്സ്, ഇന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് അതാ കുറിയൊക്കെ ഇന്ന് അമ്പലത്തിൽ പോകാൻ 2 റീസണും ഉണ്ട്. അപ്പോൾ ഞാനത് വഴിയേ പറയാം. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ കല്യാണ പരിപാടിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഇനി ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകാൻ പോവാ. കണ്ടോ, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് വണ്ടി വന്നു ഉച്ചയ്ക്ക്. അപ്പം നമ്മൾ ഹോള് കിട്ടിയപ്പോൾ സാധനം കൊണ്ട് പോവാണ്. നമ്മളെല്ലാവരും സാധനങ്ങളുമായിട്ട് നമ്മളിപ്പം എന്താ പറയുക, നമ്മുടെ ആ ഒരു ഓഡിറ്റോറിയത്തിൽ പോവുകയാണ്, കൺവെൻഷൻ സെൻറ്ററിൽ. നല്ല മഴ വിചാരിക്കാത്തടുത്ത്. അപ്പം ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് ഡ്രൈവിങ്ങിലാണ്. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, ഞാൻ ഡ്രൈവിങ്ങിലാണ്. അപ്പം അടുത്ത വീഡിയോയിൽ വേഗം വരാം കേട്ടോ. നിങ്ങൾ കാണണം കേട്ടോ, എവിടെയാണ് ഞങ്ങൾ പോകണേ, എന്താ ചെയ്യണേ എന്നുള്ളത്. ഓക്കെ, എവിടെയാണ് പോകണേ ഞാൻ പറഞ്ഞില്ലല്ലോ. നോക്കൂ, കണ്ടോ, ഗിരിദീം 4 മാർവാൻസ് കോളേജിന് അടുത്തുള്ള കൺവെൻഷൻ സെൻറ്ററിൽ കേട്ടോ. ഇനി ഇവിടുത്തെ വിശേഷം നമുക്ക് കാണാം. ഞങ്ങൾ എത്തിയതും നമ്മുടെ സ്റ്റേജിലെ ആൾക്കാരൊക്കെ എത്തി. ഇതിന് മുമ്പ് വർക്ക് നടന്നുകൊണ്ടിരുന്ന ആൾക്കാർ അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഹോളാണിത് ആക്ച്വലി. ഹലോ ഗായ്സ്, ഈ ബാക്കിൽ കാണുന്നതൊന്നും ഞങ്ങളുടെ സെറ്റപ്സ് അല്ല, കണ്ടില്ലേ. അകത്ത് ഞങ്ങളുടെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്, സ്റ്റേജിൻ്റെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. പക്ഷേ ഇതൊക്കെ ഇന്ന് നടന്ന ഒരു ഫംഗ്ഷൻ്റെയാണ്. ഇത് റിമൂവ് ചെയ്താലേ നമ്മുടെ അത് പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ ഫോർ മോർ അപ്ഡേറ്റ്സ് വാച്ച് കംപ്ലീറ്റ്ലി. ഇത് നമ്മുടെ സ്റ്റേജിൽ വർക്ക് ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ആ ചെറുതായിട്ടുള്ള ഫ്രെയിമുകളൊക്കെ ജോയിൻ ചെയ്ത് ഫ്ലെക്സൊക്കെ ഒട്ടിക്കുന്ന പരിപാടിയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇത് പെയ്ഡ് പ്രൊമോഷൻസോ അങ്ങനെയൊന്നുമല്ല. ഞാൻ പോകുന്ന ജോലി സ്ഥലത്തിലെ വിശേഷങ്ങൾ, എൻ്റെ വിശേഷങ്ങൾ അത്ര തന്നെയാണ്. നാളെ ആക്ച്വലി ഒരു വെഡ്ഡിങ് ആണ്. അപ്പം അതിൻ്റെ പ്രൊഡക്ഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റി വിട്ടതൊക്കെ ഇപ്പോൾ വരും. വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് തന്നെ സെറ്റ് ചെയ്യും കേട്ടോ. ഇത് നമ്മൾ ചെയ്യുന്നത് ഈവനിങ് ആണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം ഈവനിങ് ആണ് നമുക്ക് ഹോള് കിട്ടിയത്. കണ്ടല്ലോ, നേരത്തെ ഒരു വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഈവനിങ് ആണ് നമുക്ക് ഹോളൊക്കെ കിട്ടിയത്. അപ്പം ഇനി വർക്ക് തീരുന്നത് വരെ നമ്മൾ തന്നെ ഉണ്ടാകും. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ഫ്ലവറും ആർട്ടിസ്റ്റൊക്കെ വരാനുണ്ട്. അപ്പം എന്താ പറയുക, ഇനി ഇഷ്ടംപോലെ വർക്കും കാര്യങ്ങളുണ്ട്. എല്ലാം ഞാൻ അപ്ഡേറ്റ് തരാം. ഗിരിദീപത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഇനിയും വർക്ക്സ് നമ്മൾ ചെയ്യാനുണ്ട്. നമ്മൾ ഏർലി മോർണിംഗ് ഒക്കെ ആകും ചിലപ്പോൾ ഫിനിഷ് ചെയ്ത് വരാൻ. നിൽക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ആക്ച്വലി. ഇതിനിടയ്ക്കൊരു പണി കിട്ടി ഗൈസ്, ഫ്ലെക്സ് ഇല്ലാതെ പോയി. കാരണം ഫ്ലെക്സ് അവർ ഞങ്ങൾ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്ത ഫ്ലെക്സിൽ നമ്മളൊരു 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ 3 തന്നുള്ളൂ. പക്ഷേ അതിനകത്ത് അവർ എഴുതി വയ്ക്കുന്ന 5 ഉണ്ടെന്നാണ്. ഞാൻ തുറന്ന് നോക്കിയതുമില്ല. അങ്ങനെ അതിനുള്ള വഴക്ക് കിട്ടി. ആ പണി അതുകൊണ്ട് കുറച്ച് ഡിലേ ആക്കേണ്ടി വന്നു. കാരണം വീണ്ടും ഫ്ലെക്സ് പ്രിൻ്റ് ചെയ്ത് വരുന്നതുകൊണ്ട്. ഇതൊക്കെ നമ്മുടെ ഓഫീസിലെ സാധനങ്ങളൊക്കെ അങ്ങനെ വണ്ടിയിൽ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല മഴയും പെയ്യുന്നുണ്ട്. ഹോളായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഔട്ട്ഡോറൊക്കെ ആണെങ്കിൽ തീർന്നു. കണ്ടോ, നമ്മുടെ ഏകദേശം ഒരു 50% കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യം നടക്കുകയാണ്. ഇതൊക്കെ രാത്രി മിഡ്നൈറ്റൊക്കെ ആയിട്ടാണ് നടക്കുന്നത് കേട്ടോ. ഓരോ ഇതിനും ഓരോ ടീംസാണ് നമുക്കുള്ളത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് ബോയ്സ് ഉണ്ട്. ഇത് ഒരു അൺബോക്സിങ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ആക്ച്വലി പാലക്കാടിൽ നിന്നാണ് ഈ ഫ്ലവർ വരുന്നത്. ഇത് മാരിഗോൾഡിൻ്റെ ഒറിജിനൽ ഫ്ലവേഴ്സാട്ടോ. അവർ വെൽ പാക്ഡായിട്ടൊക്കെയാണ് ട്രെയിനിലോ അങ്ങനെ എന്തോ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ആ തണുപ്പ് പോകാണ്ടിരിക്കാനാണ് അങ്ങനെ വെള്ളവും ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് അതിനെ കുറച്ചും കൂടി സേഫാക്കി അവർ അയച്ചേക്കുന്നത്. അങ്ങനത്തെ 3 ബോക്സ് ഉണ്ടായിരുന്നു. ഇത് ഫ്ലവർ ടീം ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാം എന്ന് കരുതി. കണ്ടോ, ഇതിപ്പോൾ പെയ്ഡ് പ്രൊമോഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇതുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടാം. ഹായ് ഗൈസ്, ഉറക്കമൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ആഫ്റ്റർ ലോങ് ടൈം ആയതുകൊണ്ടാണ്. എന്താ പറയുക, ഇനിയും വർക്ക് ഉണ്ട്, പ്രൊഡക്ഷൻ വർക്ക്സ് ഇനിയും ബാലൻസ് ഉണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം രാത്രി 12 അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നൈറ്റ് ഫുഡൊക്കെ കമ്പനി കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. കണ്ടോ, ഓൾമോസ്റ്റ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു. ഡിസൈൻസൊക്കെ ഓൾമോസ്റ്റ് കുറേയൊക്കെ കംപ്ലീറ്റഡ് ആണ്. കണ്ടോ ഗൈസ്, നല്ല രസമുണ്ട്. ഇത് ഫുള്ള് മോർണിംഗ് ആ ലൈറ്റിങ്ങിൽ കാണുമ്പോഴേ നിങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു റിയൽ ബ്യൂട്ടി മനസ്സിലാവുള്ളൂ. പിന്നെ എൻ്റെ ഈ ക്യാമറ ക്വാളിറ്റിയിലും ചിലപ്പോൾ അത്രയും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ
വേറൊരു ഫോണിലെടുക്കുന്ന കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഈ രാത്രിയിൽ, അതായത് ഇപ്പം രാത്രി എന്ന് പറയാൻ പറ്റില്ല, വെളുപ്പാകാലത്ത് 2:30 ഞാൻ താമരമുട്ട് മേടിക്കാനായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം ചാലയിലോട്ട് പോവുകയാണ്. എല്ലാം വർക്ക് ബേസ്ഡ് ആയിട്ടാണ്. അപ്പം അത് മേടിക്കാൻ പോവുകയാണ് രാത്രിയിൽ. അപ്പം മഴ ആയതുകൊണ്ട് ക്യാബിലാണ് പോണേ. അപ്പം പോണ വിശേഷം പറയാം കേട്ടോ. ഇപ്പോഴാണ് ഫ്രീ ആയത്. കണ്ടോ ഗൈസ്? അതെ, 4-5 സ്ഥലത്ത് ഇതേ രാത്രി പന്നി ഓടുന്നു, അതും സ്കൂൾ കോളേജ് പരിസരത്ത്. ഇത് താമരമൊട്ട് മേടിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ശരിക്കും ഇങ്ങനെ രാത്രി മഴയത്ത് കാറിൽ പോകാൻ നല്ല ഇഷ്ടമായി. ഇത് ഇതാട്ടോ താമര ഇട്ടത് നമ്മൾ തട്ടുകടന്ന് മേടിച്ചത്. എത്രയായി? അങ്ങനെ നമുക്ക് ഒരു 40-50 താമര വേണ്ടി വന്നു. അതൊക്കെ മേടിച്ചു. വെള്ളവും മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഹോളിലോട്ട് ഗിരിദീപത്ത് പോകാം. ഞങ്ങൾ ഈ താമര ഇത് കണ്ടോ, ഈ മോഡലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ മേടിച്ചത്. എങ്ങനെയുണ്ട് എന്ന് പറയണേ. ഇതിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഇത് കാണാൻ പറ്റുള്ളൂ. ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് ആക്ച്വലി ഹിന്ദു വെഡ്ഡിങ് ആണ് കേട്ടോ. ഇന്നലെ രാത്രിയല്ല, ഇന്ന് വെളുപ്പിന് 5 മണിക്കാണ് ഞങ്ങൾ ആക്ച്വലി ഇവിടെ നിന്ന് പോയത്. ഇപ്പം 9 o'clock ഞങ്ങൾ വീണ്ടും തിരിച്ച് ഗിരിദീപത്തിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ടൈം ആക്ച്വലി വന്നിട്ട് ഇപ്പം 9 o'clock ആണ്. മുഹൂർത്തവും ഫങ്ഷനൊക്കെ വന്നിട്ട് 12-12:30 ആ ഒരു ടൈമിലാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മളെല്ലാം ചെയ്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഹോള് ക്ലീനിങ് നടക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഫൈനൽ ടച്ച് ഒരു 1 hour തന്നെ ആ കാര്യങ്ങൾ കഴിയും. ഒഴിഞ്ഞ് നിന്നതുകൊണ്ട് ഒരു 2 hours ഞങ്ങൾ ഉറങ്ങി കേട്ടോ. എന്നിട്ട് ഞങ്ങളിവിടെ എത്തുകയും ചെയ്തു. ചിങ്ക ഒന്നും കൂടിയാണ്. കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വർക്കിനും വെഡ്ഡിങ്ങിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് അഷ്ടമംഗലം തട്ട്. ഇത് അവരുടെ ഫാമിലിയിൽ നിന്നൊക്കെ എടുക്കുന്നതാണ്. ഇതാട്ടോ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇത് വെൽക്കം ബൊക്കെയാണ് പയ്യനുള്ളത്. അപ്പം സ്റ്റേജൊക്കെ ഇങ്ങനെയാണ്. ഫ്ലവർ എല്ലാം നമ്മുടെ സൈഡിൽ നിന്നുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ലൈറ്റും കൂടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് കാണിക്കാം. ഇത് എൻ്റെ ഫോണിൽ വലിയ ക്വാളിറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ S24 Ultra'യുടെ ഫോൺ, അതായത് എൻ്റെ സിസ്റ്ററിൻ്റെ ഫോണിൽ നിന്നും ഞാൻ വീഡിയോസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും ക്ലിയർ ആയിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നത് കണ്ടോ. അല്ലാതെ എൻ്റെ ഫോണിൽ അത്ര ക്ലിയർ ആയിരിക്കില്ല, ഇത്രയും ഒരു ബ്ലർ ഫീല് കാണും. അപ്പം അതുകൊണ്ട് S24 Ultra'യുടെ ഫോൺ, അതായത് എൻ്റെ ചേച്ചിയുടെ ഫോണിൽ നിന്ന് ഞാൻ ബാക്കിയുള്ളത് എടുക്കും. കണ്ടോ, നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ലൈറ്റും കൂടി വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പൊളിയായിരിക്കും ഗായ്സ്. നമ്മുടെ ഓൾമോസ്റ്റ് ടച്ച് വർക്ക്സും കഴിഞ്ഞു കേട്ടോ. ഒരു 10 to 15 minutes ചെയ്യാനുള്ള ഇനി കാര്യങ്ങളും കൂടിയേ ഉള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇനി ബ്രൈഡൊക്കെ റെഡിയായി, ഗ്രൂം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗസ്റ്റുകൾ കുറച്ച് പേര് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. 11:30 എന്തോ ഫങ്ഷൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്നലത്തെ നമ്മുടെ താമര ഇതാണ്. നമ്മുടെ മണ്ഡപത്തിന് അകത്ത് വരുന്ന നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഈ ഞാൻ എടുക്കുന്ന വീഡിയോ എൻ്റെ S24 Ultra'യിലാണ്. നോക്കി എന്ത് ക്ലിയറാണ്, നല്ല ക്ലിയർ അല്ലേ നോക്കി. നമ്മൾ നേരിട്ട് കാണുന്ന ഫീൽ അതാണ്. ഓരോ റേറ്റിനും ഓരോ മോഡൽസിനും എന്താ പറയുക, അതിൻ്റേതായിട്ടൊരു ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഇംപ്രസ്ഡ് ആയിപ്പോയി. അപ്പം നിങ്ങളും അതുപോലെ ആയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എനിക്ക് ഈ വർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അത്രയും ഡീറ്റെയിൽഡായിട്ടും അത്രയും ഭംഗിയായതുകൊണ്ടാണ് ഞാൻ ഇതിനെ കാണിക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളിത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ,
ഈ ഒരു വെഡ്ഡിങ് ഇവൻറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഇത് അറിയാൻ പറ്റും. പക്ഷേ ഞാനൊരു കാര്യം കൂടി പറയാം, നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് എടുത്ത ടൈം എന്ന് പറയുമ്പോൾ മേ ബി ഒരു 1 ഡേ നമുക്ക് എക്സാമ്പിൾ പറയാം. ഇത് പൊളിക്കാൻ വെറും നിമിഷ നേരം മതി എന്നുള്ളൊരു സത്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. കുറച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒരു 1 അവറിനകത്ത് തന്നെ ഇത് ഫുള്ളി നമുക്ക് പൊളിച്ച് മാറ്റാൻ പറ്റും. ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പാട്. ഇത് ഞാൻ ബാൽക്കണി സൈഡിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. നമുക്കിതിന് ഹായ് ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റിൽ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള വർക്കിൻ്റെ ഫുൾ ഡീറ്റെയിലും വീഡിയോസ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ അപ്കമ്മിങ് ബ്രൈഡ്സിനൊക്കെ ഗ്രൂംസിനൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക.